നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷകരാണ് നാടിന്റെ സമ്പത്തെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. എല്ലാ ദിവസവും നമുക്ക് ആവശ്യം നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരെയാണെന്നും തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകണം. കൃഷി സമൃദ്ധി പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കേരളത്തിലെ കാർഷിക മുന്നേറ്റം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിലെ സ്വാതന്ത്ര്യ പരിചരണ രംഗം ലോകത്തിന് മാതൃകയെന്ന് മുഹമ്മദ് ഹുസൈൻ MLA. സർക്കാർ ലക്ഷ്യമിടുന്നത് പാലിയേറ്റീവ് മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ. ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ രണ്ടാമത് പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മണ്ണൂർ കൈമംകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ. ആചാരലംഘനം ആരോപിച്ച് പ്രതിഷേധ ജാഥയും പൊതുയോഗവും നടത്തി. ട്രസ്റ്റി ബോർഡിന്റേത് ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തികളെന്നും ആരോപണം. പുതുശ്ശേരിയിൽ കോരയാർ പുഴ കയ്യേറ്റമൊഴിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പ്രദേശത്ത് ഭൂമാഫിയ കയ്യേറ്റവും നികത്തലും തുടരുന്നത് വരാനിരിക്കുന്ന വികസന പദ്ധതികൾ മുന്നിൽ കണ്ട് പ്രശ്നത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച മനുഷ്യാവകാശ പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. കർഷകരാണ് നാടിന്റെ യഥാർത്ഥ സമ്പത്തെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കൃഷി സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ദിവസവും നമുക്കാവശ്യം നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരെയാണെന്നും തിരിച്ചറിവ് സമൂഹത്തിന് വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കൃഷി സമൃദ്ധി എന്നത് ആരോഗ്യ സമൃദ്ധിയും ജീവിതചര്യയുമാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. നമുക്കാവശ്യമായ ഭക്ഷണത്തിന്റെ 95% ലഭിക്കുന്നത് കൃഷിയിൽ നിന്നാണ്. 10,000 വർഷം മുമ്പ് ലോക ജനസംഖ്യ 1,00,000 2050 അത് 1000 കോടിയായി ഉയരും. ഇവർക്ക് ഭക്ഷണം കണ്ടെത്താൻ 80%-ലധികം ഉൽപ്പാദനം വേണ്ടിവരും. ഈ സാഹചര്യം നേരിടാൻ കർഷക കൂട്ടങ്ങൾ രൂപീകരിച്ച് മുന്നേറണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃത്താല VK കടവിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്ഥലം MLA കൂടിയായ മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. 24 ടൺ പച്ചക്കറിയാണ് സംഭരിച്ചത്. 2022 കേരഫെഡുമായി സഹകരിച്ച് ചാലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ഫാംനെറ്റ് എന്ന കർഷക ഉൽപാദക സംഘടന മുഖാന്തരം പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. 1135 ടൺ പച്ചത്തേങ്ങ സംഭരിക്കാനും 3.63 കോടിയുടെ വരുമാനമുണ്ടാക്കാനും കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം സംഭരിക്കുന്ന കേന്ദ്രമായി ചാലിശ്ശേരിയിലെ ഫാംനെറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഫാം പ്ലാൻ അധിഷ്ഠിത കാർഷിക വികസന പദ്ധതി പ്രകാരം ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ 2 വീതം മാതൃകാ സംയോജിത കൃഷിത്തോട്ടങ്ങൾ തയ്യാറാക്കി അങ്ങനെ 27 ഏക്കർ സ്ഥലം തൃത്താല മണ്ഡലത്തിൽ സംയോജിത കൃഷിയിലേക്ക് അധികമായി കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലെ കാർഷിക മുന്നേറ്റം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നും പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലെ പ്രശംസ അതിന് തെളിവാണെന്നും മന്ത്രി പറഞ്ഞു. പി മമ്മിക്കുട്ടി MLA, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ജയ, K മുഹമ്മദ്, ഷറഫുദ്ദീൻ കളത്തിൽ, P ബാലൻ, T സുഹറ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, മറ്റ് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിലെ സ്വാതന്ത്ര്യ പരിചരണ രംഗം ലോകത്തിന് മാതൃകയാണെന്നും പാലിയേറ്റീവ് മേഖല കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഹമ്മദ് ഹുസൈൻ MLA. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ രണ്ടാമത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ആരോഗ്യമേഖലയിൽ പാലിയേറ്റീവിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നും MLA പറഞ്ഞു. പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ സാമൂഹികമായ ഇടപെടലിലൂടെ നടത്തുകയാണ് ഉദ്ദേശമെന്നും മുഹമ്മദ് മോഹസിൻ കൂട്ടിച്ചേർത്തു. രോഗി മാത്രമല്ല, രോഗിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും സഹായം ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക സഹായമായിരിക്കില്ല, മാനസികമായൊരു സപ്പോർട്ട്, സാമൂഹികമായൊരു സപ്പോർട്ട്, ചിലപ്പോൾ ചില ഉപകരണങ്ങളുടെ ആവശ്യങ്ങൾ. മാത്രമല്ല, ഈ രോഗത്തോട് മല്ലിടുമ്പോൾ മറ്റുള്ളവരും അതിനുവേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതിനെയൊക്കെ തന്നെ ഒരു കൂട്ടായ്മയിലൂടെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് പാലിയേറ്റീവ് പരിചരണ പ്രവർത്തനങ്ങൾ സാമൂഹികമായ ഇടപെടലോടുകൂടി നടത്തുന്നത് ഏറ്റവും സക്സസ്ഫുള്ളായി പോയിട്ടുള്ളത്. 2023 മികച്ച ഛായാഗ്രഹണത്തിനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ജേതാവായ ഷിഹാബ് ഓങ്ങല്ലൂരിനെയും സംസ്ഥാന ബഡ്സ് കലോത്സവ വിജയികളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു.
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, ബ്ലോക്ക് മെമ്പർ P പ്രസന്ന, പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, പുഷ്പലത, മുജീബുദ്ദീൻ, മുസ്തഫ, ഹസീന, AM നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വണ്ടൂർ കൈമക്കുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിന്റെ ആചാര ലംഘനത്തിനും ക്ഷേത്ര സംസ്കാരത്തിനും നിരക്കാത്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നാരോപിച്ച് ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഭക്തജന കൂട്ടായ്മ കൺവീനർ ദിവൈ കേരളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ജാഥയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. ഉയർന്നു വരുമ്പോഴെല്ലാം അമ്പലം ഞങ്ങളുടേതാണ് എന്ന വാദം ഉയർന്നു വരുന്നു. ആരാധനകൾക്ക് വിവാദ വിഷയമാക്കി മാറ്റാനുള്ള ഉദ്യോഗസ്ഥരുടെയും നീക്കം ശരിയല്ല. ഇതൊരു സൂചനാ സമരമാണ്. കണ്ടും കേട്ടും തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും ദിവൈ കേരളശ്ശേരി കൂട്ടിച്ചേർത്തു. നമ്മുടെ മുന്നിൽ ആ നെല്ല് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് പരിശോധിക്കുക. നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ടടുത്ത് ചോദിക്കാൻ ഹൈന്ദവ സമാജം പഠിക്കണം. പഠിച്ചേ പറ്റൂ. പഠിച്ചാൽ മാത്രമേ നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ക്ഷേത്രം പറഞ്ഞാൽ എന്താണ് ചോദിക്കേണ്ടത്? അവിടെ ഈ കമ്മിറ്റിയായിട്ട് ട്രസ്റ്റി ബോർഡിന്റെ ഉള്ളിൽ പോയി. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ ആരാണ്? ഞാനാരാന്ന് അന്വേഷിച്ചു നടന്ന ഒരുപാട് ആളുകളെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും അല്ലേ? ശങ്കരാചാര്യരെ തൊട്ട് അല്ലേ, അറിയില്ലേ? ശങ്കരാചാര്യ അതുപോലുള്ള ചട്ടമ്പി സ്വാമികള് എല്ലാരും അന്വേഷിച്ച് നടന്നു. ഞാനാരാന്ന് അന്വേഷിച്ച് നടന്നു. പക്ഷെ നിങ്ങൾ ആരാന്ന് അന്വേഷിക്കണമെങ്കിൽ തൊട്ടിരിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ മതിയായിരുന്നു, ഈ വന്നിരിക്കുന്നത് ആരാന്ന്. ഞങ്ങളെ പരിചയമുള്ള, ഞങ്ങളെ കൃത്യമായി അറിയുന്ന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞില്ല ഇതാരാണ്. ട്രസ്റ്റി ബോർഡ് ഞങ്ങളോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാൻ വരാൻ? നിങ്ങൾ ആരാണ്? അത് അഹങ്കാരത്തിന്റെ ഭാഷയെ കൊണ്ട് ചോദിച്ചതിന്റെ ഫലമാണ്. നിങ്ങൾ ആരാന്നുള്ളത് ഈ ഭക്തജനങ്ങൾ ഇപ്പൊ കാട്ടിക്കൊടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായ? ഈ ഭക്തജനങ്ങൾ കാട്ടിക്കൊടുത്തിട്ട് ഞങ്ങൾ ഭക്തരാണ് എന്ന് കാട്ടിക്കൊടുത്തു അല്ലെ? ഈ ഭക്തൻ ആരാന്നുള്ളത് അവർക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ട്രസ്റ്റി ബോർഡിന്റെ ട്രസ്റ്റിയിലെ ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷേത്രം എന്താണെന്ന് അറിയാൻ ചോദിക്കണ്ടേ? ഞങ്ങൾ ആരാ ചോദിച്ചപ്പോ എന്തെങ്കിലും ഒരു ചോദ്യം മറുചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കണ്ടേ? ഈ ക്ഷേത്രം എന്താ ചോദിച്ചപ്പോ അദ്ദേഹം കോളേജ് ലെക്ചർ എന്താ രാജേഷ് പറഞ്ഞ്, അദ്ദേഹം എന്താ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു ഞാനത് ലെക്ചറാണെന്നോ ഏതോ പോസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. ക്ഷേത്രം പറഞ്ഞ ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്രാണ്. സ്കൂളിലെ കുട്ടികളൊക്കെ പാഠപുസ്തകം നോക്കി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്റെ കേരളത്തില് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതാണ് ത്രയാത് ക്ഷായതേ ഇത് ക്ഷേത്രം. ഓ അത് ശരി, ക്ഷയാത് ത്രായതേ ഇത് ക്ഷേത്ര. അത്ര മാത്രം അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണെന്ന് പഠിച്ചിട്ടില്ല. അത് രാജേഷ് പുതിയത് അധ്യക്ഷത വഹിച്ചു. N തങ്കപ്പൻ, PC പ്രീതത്ത്, ഗംഗാ ഭഗത്, രാജേഷ്, പടിഞ്ഞാറേ നായർ വീട്, അജിത്, ഹരിനാരായണൻ, കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു. ഭഗത് കുമാർ സ്വാഗതവും ഓമനക്കുട്ടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതുശ്ശേരി പഞ്ചായത്തിലെ കോരയാർപ്പുഴ കയ്യേറ്റമൊഴിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാൻ ഹൈക്കോടതി ഉത്തരവ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും ഭൂമാഫിയ കയ്യേറ്റവും നികത്തലും തുടരുന്ന സാഹചര്യത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകൻ K കൃഷ്ണൻകുട്ടിയാണ് കോടതിയെ സമീപിച്ചത്. പുതുശ്ശേരി മേഖലയിൽ വരാനിരിക്കുന്ന പദ്ധതികൾ മുൻകൂട്ടി കണ്ടാണ് ഭൂമാഫിയ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്നത്. പുതുശ്ശേരി കോരയാർപ്പുഴയിലെ വ്യാപക കയ്യേറ്റവും നികത്തലും പുറലോകത്തെത്തിച്ചത് STBയാണ്. പുതുശ്ശേരി പഞ്ചായത്ത് 16-ാം വാർഡിലൂടെ ഒഴുകുന്ന കോരയാർപ്പുഴ കയ്യേറുകയും നികത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ വൻ മാഫിയ തന്നെ പ്രവർത്തിച്ചിരുന്നു. പുഴയോരങ്ങളിലും നരസിംഹപുരം ശ്മശാനം പ്രദേശങ്ങളിലും ഭൂമാഫിയ വാങ്ങിക്കൂട്ടിയ ഹെക്ടർ കണക്കിന് ഭൂമിയിലേക്ക് ഗതാഗത സൗകര്യമൊരുക്കുന്നതിനാണ് പുഴയോരം കയ്യേറി നികത്തി റോഡ് നിർമ്മിച്ചത്. പുഴയോരത്തെ 6 അടിയോളം താഴ്ചയുള്ള ഭാഗം മണ്ണും കല്ലും ക്വാറി വേസ്റ്റും ഉപയോഗിച്ചാണ് ഭൂമാഫിയ നികത്തിയത്. പുഴയോര കയ്യേറ്റത്തിനെതിരെ പഞ്ചായത്തിൽ നൽകിയ പരാതിയെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഭൂമി വാങ്ങലും പുഴ കയ്യേറി നികത്തലും മാഫിയ തുടർന്നുകൊണ്ടിരുന്നു. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടിലും പിൻബലത്തിലുമാണ് നിയമത്തെ ധിക്കരിച്ച് ഭൂമാഫിയ വയലുകൾ വാങ്ങിക്കൂട്ടി നികത്തൽ തുടർന്നത്. ഇതിനെതിരെയാണ് K കൃഷ്ണൻകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. രേഖകൾ പരിശോധിച്ച് കർശനമായി നികത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും പുഴ സംരക്ഷിക്കണമെന്നും 2025 ജനുവരി 30 പുറപ്പെടുവിച്ച കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഭൂമാഫിയകളെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാനും ഉത്തരവ് ആവശ്യപ്പെടുന്നു. കഞ്ചിക്കോട് പുതുശ്ശേരി മേഖലയിൽ
നടപ്പാക്കാനിരിക്കുന്ന വ്യവസായ ഇടനാഴി ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടാണ് നിസ്സാര വിലയ്ക്ക് ഏക്കർ കണക്കിന് വയലുകൾ വാങ്ങി മാഫിയ സംഘം നികത്താൻ തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിലെ പൊടിശല്യം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിപ്പടി റോഡ് ഉപരോധിച്ചു. കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ജലവിതരണ പൈപ്പിടാനായി കുഴിച്ച ചാലുകൾ ആഴ്ചകളായിട്ടും ശരിയാവിധം നികത്തിയിട്ടില്ല. കുമിഞ്ഞു കൂടിയ മണ്ണുകൾ അപകട ഭീഷണിയാകുന്നു. വാഹനങ്ങൾ പോകുമ്പോൾ പൊടിപാറി യാത്രക്കാർക്കും വ്യാപാര സ്ഥാപനങ്ങളും ദുരിതം പേറുകയാണ്. ഇരുഭാഗത്തും മണ്ണ് കെട്ടിക്കിടക്കുന്നതിനാൽ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും അപകട ഭീഷണിയായിട്ടുണ്ട്. ചിലർക്ക് വീണ് പരിക്കും പറ്റിയിട്ടുണ്ട്. മണ്ണൂർ പത്തിരിപ്പാല റോഡ്, അമ്പലപ്പാറ റോഡ്, പള്ളിപ്പടി റോഡ് എല്ലാം തന്നെ ഇതേ അവസ്ഥയാണ്. 3 ആഴ്ചകളായി ദുരിതം പേറുകയാണ് നാട്ടുകാർ. കടകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും പൊടിമൂലം മലിനമയമാണ്. വിദ്യാർത്ഥികളും പൊടി ശ്വസിച്ച് ദുരിതത്തിലായി. മദ്രസ വിദ്യാർത്ഥികൾക്കും ദുരിതമേറെയായി. യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കാരണം ഇവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം ആണ്. മാസങ്ങളായി വാട്ടർ അതോറിറ്റി ഈ പൈപ്പ് ഇടുന്നതിനും ഞങ്ങൾ സമരം ചെയ്തതാണ്. ഈ പൈപ്പ് ഇട്ടത് കടം തൊലയ്ക്കുന്ന രീതിയിൽ, ഒരു യഥാർത്ഥമായ രീതിയിലല്ല ചെയ്തത് എന്നുള്ളതിനെതിരെയും ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് വളരെയധികം വിഷമകരമുണ്ടാക്കുന്നൊരു സംഗതിയാണ്. സാധാരണ പഞ്ചായത്തുകളിൽ പൈപ്പിന് വേണ്ടി ചാലെടുത്ത് പൈപ്പ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ മേലെ വെള്ളമടിച്ച് അതിൻ്റെ മേലെ കോറി വേസ്റ്റ് പോലുള്ള എന്തെങ്കിലും സാധനങ്ങളിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യലാണ് സാധാരണ പതിവ്. എന്നാൽ മണ്ണൂരുള്ള ജനങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ മണ്ണൂർ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാം ഒന്നിനും കൊള്ളാത്ത ആളുകളാണ് എന്ന രീതിയിലാണ് വാട്ടർ അതോറിറ്റി പെരുമാറുന്നത്. പൊടിശല്യം കാരണം കുട്ടികൾക്ക്, അതുപോലെ കടകളിലുള്ള ആളുകൾക്ക്, കാൽനട യാത്രക്കാർക്ക്, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, സ്കൂളുകളുണ്ട്, മദ്രസയുണ്ട്. അതിലെല്ലാം അവിടെയുള്ള കുട്ടികളെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. എസ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. കെ പി മുനീർ, പി എസ് സൈഫുദ്ദീൻ, കെ എച്ച് മുസദിഖ്, കെ എ ഫിറോസ്, സി എച്ച് ജബ്ബാർ, കെ എച്ച് ഉമർ അലി, പി എം സുലൈമാൻ, കെ അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സെൽ ഇന്ത്യയും സ്മൈൽ ഫൗണ്ടേഷനും സംയുക്തമായി നടത്തുന്ന സർക്കാരിന്റെ സഹകരണത്തോടെ തൃശൂരിൽ NX കോർണർ കാർണിവൽ സംഘടിപ്പിച്ചു. തൃശൂർ മെർലിൻ ഹോട്ടലിൽ 100-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഗ്രാമീണ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രീയ മികവ് പ്രദർശിപ്പിക്കുന്നതിനായി വേദി നൽകുക എന്ന ലക്ഷ്യമാണ് കാർണിവലിനുള്ളത്. ജില്ലയിലെ 19 സ്കൂളുകളിൽ നിന്നായി 116 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, ഗണിതം എന്നീ മേഖലകളിൽ നിന്നായി 40ഓളം പദ്ധതികളും നൂതന ആശയങ്ങളും വിദ്യാർത്ഥികൾ കാർണിവലിൽ പ്രദർശിപ്പിച്ചു. സുസ്ഥിരമായ കൃഷിപ്രവർത്തനം, മലിനീകരണ നിയന്ത്രണം, പ്രകൃതി സംരക്ഷണം എന്നിവയോടൊപ്പം ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും കാർണിവലിൽ അവതരിപ്പിച്ചു. ജില്ലയിലെ 90 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നതോടൊപ്പം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി, നെല്ലൂർ ജില്ലകളിലെ 130 സർക്കാർ സ്കൂളുകളിലും തെലങ്കാനയിലെ വാരങ്കൽ, ഖമ്മം, ഹനുമക്കൊണ്ട, ജയശങ്കർ ഭൂപാൽപള്ളി, ജങ്കാവ്, മുലുഗു, മഹാബൂബാബാദ്, ഭദ്രാദി, കോത്തുഗുഡേം ജില്ലകളിലെ 160 സ്കൂളുകളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ല കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന്റെ നേതൃത്വത്തിൽ പെരിയാരിയിൽ ജില്ലാ ഖുർആൻ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു. വഴിയാണ് ഖുർആൻ, വഴികാട്ടിയാണ് എന്ന നാമകരണത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കഴിയിട്ടില്ലെങ്കിൽ പോലും സ്വയം തന്നെ അതൊരു ഇബാദത്താണ്, ഒരു പുണ്യകർമ്മമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നിലകൊള്ളുന്നത് ശഅബാൻ മാസത്തിലാണ്. ഒരു മാസം കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതും മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്
ഷഹ്റു റമദാനില്ലദീ, ആ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അത് ഇവിടുത്തെ ഒരു മുദ്രാവാക്യമാണ്, ഖുർആൻ വഴിയാണ്. ജില്ലയിലെ വിവിധ മദ്രസകളിൽ നിന്നായി 600-ൽ പരം വിദ്യാർത്ഥികൾ 7 സ്റ്റേജുകളിലായി വിവിധ മത്സരങ്ങളിൽ മാറ്റുരച്ചു. ഉദ്ഘാടന ചടങ്ങിൽ മജ്ലിസ് അക്കാദമിക് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് ജാബിർ നദ്വി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ലുക്മാൻ ആലത്തൂർ, ജംഷീർ, പാലക്കാട് ഓർഫനേജ് മാനേജർ അഷറഫ് എന്നിവർ സംസാരിച്ചു. മജ്ലിസ് അക്കാദമിക് കൗൺസിൽ ജില്ലാ സെക്രട്ടറി മുസ്തഫ കോങ്ങാട് സ്വാഗതവും പ്രോഗ്രാം കൺവീനർ നബീൽ അസ്ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മണ്ണൂർ ചേറുംപാല ദുർഗാദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും പൊങ്കാല സമർപ്പണവും ഭക്തിസാന്ദ്രമായി. തന്ത്രി കുട്ടൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. രാവിലെ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് തന്ത്രി കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കലശപൂജ നടന്നു. തുടർന്ന് നടന്ന പൊങ്കാലവയ്പിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തന്ത്രി ആദ്യടുപ്പിന് തിരി തെളിയിച്ചു നൽകി. നാഗരാജാവിന് പൊങ്കാല സമർപ്പണവും ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് ദീപാരാധനയും ചുറ്റുവിളക്കും നടന്നു. രാത്രി വിവിധ കലാപരിപാടികളും അരങ്ങേറി. പൊങ്കാല സമർപ്പണവും അതുപോലെ തന്നെ നമ്മുടെ പ്രതിഷ്ഠാദിനവും ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് ഗംഭീരമായി നടത്താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കുട്ടികളുടെ നൃത്തത്തിനോടും ഇതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ പ്രസാദവും നടത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുള്ളൂർക്കര ആറ്റൂർ ഹൈദ്രോസി ആറ്റക്കോയത്തങ്ങൽ മഖാമിലെ 86ാമത് ഉറൂസ് ആണ്ട് നേർച്ചയുടെ ഭാഗമായി മതപ്രസംഗം നടന്നു. ആറ്റൂർ മഹല്ല് ഖത്തീബ് ഷിഹാബ് ഫൈസി മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് OA ഏന്ത്യൻ അധ്യക്ഷത വഹിച്ചു. സാലിഖ് അൻവരി ചേകന്നൂർ മതപ്രഭാഷണം നടത്തി. KM മുഹമ്മദ് ഹാജി, ആറ്റൂർ കാഞ്ഞിരശ്ശേരി മഹല്ല് ഖത്തീബ് ഇസ്മായിൽ അൽ ഹസനി, മുള്ളൂർക്കര വളവ് മഹല്ല് ഖത്തീബ് സിദ്ദിഖ് ഹസനി, ഷെറിൻ തങ്ങൾ ആറ്റൂർ, A അലി തുടങ്ങിയവർ സംസാരിച്ചു. സത്യവിശ്വാസികളായ ആളുകൾ ഒഴിച്ച് സൽപ്രവർത്തനങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിച്ചവരും ഒഴിച്ച് സത്യമാർഗത്തിൽ അടിയുറച്ച് നിൽക്കണമെന്ന് നിരന്തരമായി പരസ്പരം ഉപദേശിക്കുന്നവരും ക്ഷമയുടെ പര്യായങ്ങളാകണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും 4 വിഭാഗത്തെയാണ് പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്ന് രക്ഷ നേടിയ ആളുകളായി പരിചയപ്പെടുത്തിയത്. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ഷൊർണൂർ റൂട്ടിൽ വാഹനമിടിച്ച് പുള്ളിമാന് പരിക്ക് പറ്റിയ നിലയിൽ കാണപ്പെട്ടു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുള്ളിമാനെ കൊണ്ടുപോയി. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. ജനവാസ മേഖലയിൽ എങ്ങനെ പുള്ളിമാൻ എത്തി എന്നത് വനംവകുപ്പ് അധികൃതർ അന്വേഷണത്തിലാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷകരാണ് നാടിന്റെ സമ്പത്തെന്ന് കൃഷിമന്ത്രി P. പ്രസാദ്. എല്ലാ ദിവസവും നമുക്ക് ആവശ്യം നാടിനെ തീറ്റിപ്പോറ്റുന്ന കർഷകരെയാണെന്നും തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകണം. കൃഷി സമൃദ്ധി പദ്ധതി സംസ്ഥാനതല ഉദ്ഘാടനം തൃത്താലയിൽ. കേരളത്തിലെ കാർഷിക മുന്നേറ്റം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടുവെന്ന് മന്ത്രി MP രാജേഷ്. കേരളത്തിലെ സ്വാതന്ത്ര്യ പരിചരണ രംഗം ലോകത്തിന് മാതൃകയെന്ന് മുഹമ്മദ് ഹുസൈൻ MLA. സർക്കാർ ലക്ഷ്യമിടുന്നത് പാലിയേറ്റീവ് മേഖല കൂടുതൽ ശക്തിപ്പെടുത്താൻ. ഓങ്കല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 2ാമത് പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. മണ്ണൂർ കൈമംകുന്നത്തുകാവ് ട്രസ്റ്റി ബോർഡിനെതിരെ ഭക്തജന കൂട്ടായ്മ. ആചാരലംഘനം ആരോപിച്ച് പ്രതിഷേധ ജാഥയും പൊതുയോഗവും നടത്തി. ട്രസ്റ്റി ബോർഡിന്റേത് ക്ഷേത്ര സംസ്കാരത്തിന് നിരക്കാത്ത പ്രവർത്തികളെന്നും ആരോപണം. പുതുശ്ശേരിയിൽ കോരയാർ പുഴ കയ്യേറ്റം ഒഴിപ്പിച്ച് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പ്രദേശത്ത് ഭൂമാഫിയ കയ്യേറ്റവും നികത്തലും തുടരുന്നത് വരാനിരിക്കുന്ന വികസന പദ്ധതികൾ മുന്നിൽ കണ്ട് പ്രശ്നത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച മനുഷ്യാവകാശ പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.